जिंदाबाद, वेलफेयर पार्टी जिंदाबाद, जिंदाबाद, जिंदाबाद। वेलफेयर पार्टी जिंदाबाद, वेलफेयर पार्टी जिंदाबाद। പ്രതിഷേധം കേരള ജനതയുടെ പ്രതിഷേധം തുടങ്ങി ധാരാളം വിദ്യാഭ്യാസ സേവന സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വഖഫ് സ്വത്തിന്റെ മേലെയാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയും വംശീയമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന പദ്ധതി തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ഒരു സംശയമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നുമായി നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ചർച്ചകൾ, ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന എംപിമാർ എല്ലാവരും കൃത്യമായി വഖഫ് ബില്ലിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നു. ക്രൈസ്തവ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ഇന്ന് മുസ്ലിങ്ങളുടെ സമ്പത്തിലാണ് ഇവർ കൈവച്ചതെങ്കിൽ നാളെ ക്രൈസ്തവരുടെ സമ്പത്തിന് മേലെ കൈവെക്കുമെന്നതിന് ഒരു സംശയം വേണ്ടതില്ല. ഇത് ഉറച്ച ഒരു കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. മുനമ്പത്തിന്റെ വിഷയം മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഹിറ്റ്ലറുടെ കാലത്ത് ഒരു സംഭവം ഒരു കവി പറയുന്നുണ്ട്. അവർ തേടി വന്നത് പലരെയുമായിരുന്നു. കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, ട്രേഡ് യൂണിയനുകളെ തേടി വന്നു, മറ്റു പലരെയും തേടി വന്നു, അവസാനം എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ മോഡിയുടെ കേന്ദ്രത്തിന്റെ ഭരണത്തിന്റെ ഒരു വർഷത്തെ കണക്ക് മാത്രം 700 അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ചർച്ചകൾ തകർത്തതാരാണ്? നിങ്ങളുടെ പാതിരിമാരെ പട്ടാപ്പകൽ കൂട്ടത്തോടുകൂടി കൊല ചെയ്തതാരാണ്? ഗ്രഹാംസ്റ്റൈനെ ഒറീസയിലെ നെടുറോട്ടിൽ വെച്ച് കുടുംബത്തിനെ ചുട്ടുകൊന്നതാരാണ്? നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങളില്ല, ഞങ്ങൾ സംഘപരിവാരത്തിന്റെ കൂടെയാണെന്ന് പറയുന്ന നയാ ചില്ലിക്കാശിന് വേണ്ടി യൂദാസിന്റെ പണി, യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ പണിയെടുക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ ചിലരുണ്ട്. അവരുടെ നേർക്ക് സംഘപരിവാറിന്റെ വാള് വരുന്ന കാലത്ത് ഞങ്ങളുണ്ടാവും നിങ്ങളെ സംരക്ഷിക്കാനെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഈ അമെന്റ്മെന്റ് എന്ന് പറയുന്നത് ഇത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്, ജനാധിപത്യ മൂല്യങ്ങൾക്കെതിരാണ്, ഇത് മതേതര സങ്കല്പങ്ങൾക്കെതിരാണ്, വൈവിധ്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് പറയാനുള്ളത്, ഇത് രാജ്യമൊട്ടാകെ ഉയർന്നു വരേണ്ട പ്രതിഷേധമാണ്. ഇവിടെ സുപ്രീം കോടതി ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. രാജ്യത്തിന്റെ പൗരന്മാരുടെ പൗരത്വം തകർത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. വംശീയത മാത്രം കൈമുതലാക്കിയ ഒരു പ്രസ്ഥാനം, വർഗീയത കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവർ ചെയ്തതെന്താ? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൗരത്വം നിഷേധിക്കലായിരുന്നു, അവരുടെ റൈറ്റ്സ് ഇല്ലാതാക്കലായിരുന്നു, ആൾക്കൂട്ട കൊലകൾ നടത്തലായിരുന്നു, ഒട്ടനവധി ബാബരി ഉൾപ്പെടെയുള്ള ഒട്ടനവധി ആരാധനാലയങ്ങൾ തകർക്കലായിരുന്നു. ധാരാളക്കണക്കിന് വംശീയമായ ഉന്മൂലന പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന സംഘപരിവാർ ഇപ്പോൾ അവർ പൗരത്വത്തിന് മേൽ കൈവച്ചതുപോലെ അതേ സമുദായത്തിന്റെ ആസ്തിയുടെ മേൽ കൈവച്ചിരിക്കുകയാണ്. ഇനിയും എവിടെയാണ് നമുക്ക് സത്യത പാലിക്കേണ്ടത്?